സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അത് കിളിമീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. മീൻ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. ഇത് കിളിമീനാണ്. ഇതിൽ മസാല പറ്റണം. മസാല പറ്റുന്നതിന് മുന്നേ മീനിൻ്റെ പുറമെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ മീനായതുകൊണ്ട് ഞാൻ ഒരു വരയെ കൊടുക്കുന്നുള്ളൂ. ഇതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 8 ചെറിയ ഉള്ളി, 6 വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ കുരുമുളക്. ഞാൻ എടുത്തിരിക്കുന്നത് പച്ചക്കുരുമുളകാണ്. പച്ചക്കുരുമുളക് തന്നെ വേണമെന്നൊന്നുമില്ല, ഉണങ്ങിയ കുരുമുളകായാലും മതി. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഞാനിത് ഇതുപോലെ ഒരു ഇടികല്ലിലിട്ടിട്ടാണ് ചതയ്ക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് ചതച്ചെടുക്കാം. ആദ്യമേ ഞാൻ ചെറിയ ഉള്ളിയായിട്ടിരിക്കുന്നത്, അതൊന്ന് ചതയ്ക്കാം. അതിനുശേഷം വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളി തൊലിയോട് കൂടിയാണ് വേണ്ടത്. ഇതിലേക്ക് കുരുമുളക്. ഇത് എല്ലാം നന്നായിട്ടൊന്ന് ചതഞ്ഞ് വരണം. ചതയ്ക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താലും മതി. പക്ഷെ ടേസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ചതയ്ക്കുന്നത് തന്നെയാണ്. ഇതാ ഇതുപോലെയാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ആ മീനിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മീനും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് പരട്ടിയെടുക്കാം. ഇതിന് കുറച്ച് എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ മസാല നന്നായിട്ട് പരട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന മസാല നന്നായിട്ട് മീനിൽ പിടിക്കും. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇത് വറക്കുന്നതിന് മുന്നേ ഞാനൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നോട് 2-3 പേര് ചോദിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന തവ എവിടെ നിന്ന് മേടിച്ചാന്നുള്ളത് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കാസ്റ്റ് ചെയ്യേണ്ട തവയാണ്. ഇത് നല്ല ഹെവിയാണ്. ഈ തവയുടെ വട്ടം ഒരു 25 സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ. ഇത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ഒരു തവയത്. ഇതിപ്പോൾ ഓൾറെഡി സീസൺ ചെയ്ത് തന്നെ കിട്ടുന്ന ഒരു തവയാട്ടോ. അപ്പം നമുക്കിനി ഇത് മയക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ തവയിൽ തന്നെയാണ് ചപ്പാത്തി, അതുപോലെ മീൻ വറുക്കുന്നതും, പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണി ദമ്മിടത്തില്ലേ, അപ്പോൾ അതിനടിയിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ ഈ ഒരു തവ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിതുവരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു തവയാണ്. അപ്പോൾ 1 വർഷമായി ഞാനിത് ഉപയോഗിക്കുന്നു. ഞാനിത് മേടിക്കുമ്പോൾ ഇതിന് 399 രൂപയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വില 499 കേട്ടോ. ഹാൻഡിലൊന്നും ചൂടൊന്നും ആകത്തില്ല. ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉണ്ട്. അത് നല്ലൊരു ഇതാണ്. പക്ഷെ നല്ല ഹെവിയായി സാധനം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്താണ് മീൻ വറക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഇത് നല്ല സാധനമാണ്. ഇത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മീൻ നേരത്തെ വെക്കാം. ഇതൊരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിടാം. ഇതിൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്കത് മറിച്ചിടാം. ഇതിനകത്ത് വറുത്ത് കഴിഞ്ഞാൽ മീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് പൊതുവെ അറിയാമല്ലോ, നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് എപ്പോഴും കാസ്റ്റ് അയണിൽ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ വറക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീനിന് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും കുറച്ചും കൂടി ഇടുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെയാണ്. ഞാനിപ്പോൾ ഇതാ കുറച്ച് മീനെടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഇത് ഇവിടെ മുരളിയേട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മസാല കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഫിഷ് ഫ്രൈ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.